പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും മേരി ക്രിസ്മസ്. ഇന്ന് ക്രിസ്മസ് ആണ്. അപ്പം ഞങ്ങൾ ഒന്ന് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങാൻ പോവാണ്. ഒന്ന് ലഞ്ചൊക്കെ കഴിക്കാൻ വേണ്ടി ഒന്ന് പുറത്ത് പോവാണ് കേട്ടോ. പിന്നെ അതിന് മുമ്പായിട്ട് ഇവിടെ ഒന്ന് കേക്കൊക്കെ ഒന്ന് കട്ട് ചെയ്യണം. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഒരു വിശേഷങ്ങൾ. അവിടെ എന്തൊക്കെയുണ്ട്, എങ്ങനെയുണ്ട് ക്രിസ്മസ്? മിക്കവാറും ക്രിസ്മസ് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമായിരിക്കും ഈ വീഡിയോ ഇറങ്ങുന്നത്. അതുകൊണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു ക്രിസ്മസ് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾ എങ്ങനെയായിരുന്നു, നിങ്ങളുടെ ലഞ്ച് എങ്ങനെയായിരുന്നു, ക്രിസ്മസ് ലഞ്ച് എങ്ങനെയായിരുന്നു? മീൻസ് വെളിയിൽ നിന്നായിരുന്നോ അതോ വീട്ടിലുണ്ടാക്കിയോ? എങ്ങനെ ഉണ്ടായിരുന്നു ക്രിസ്മസ്? അടിച്ചു പൊളിച്ചോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു ലഞ്ചൊക്കെ കഴിക്കാൻ പോകണം, ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ലഞ്ച് കഴിക്കാൻ പോകണം. അതെവിടെ എന്താണെന്നൊക്കെ ഞാൻ അവിടെ ചെന്നിട്ട് പറയാം കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ പ്ലം കേക്ക് കട്ട് ചെയ്യണം. സോ അത് കട്ട് ചെയ്യാം കേട്ടോ. പ്ലം കേക്ക് ഞങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത് നവ്യ ബേക്കറി എന്നാണ് കേട്ടോ. റിച്ച് പ്ലം കേക്ക്. മേരി ക്രിസ്മസ്. Merry Christmas. Merry Christmas. Merry Christmas. Merry Christmas. Happy Christmas. നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്ന കാലിക്കറ്റ് നോട്ട്ബുക്കിലാണ് കേട്ടോ. നമ്മുടെ കലൂർ പോത്തീസിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ. ഹായ്, മേരി ക്രിസ്മസ്. നല്ല തിരക്കുണ്ട്. സോ ആദ്യം തന്നെ ഇവിടെ ഇല ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇലയിട്ട അറിയാലോ, തുടയ്ക്കണം. ആദ്യം തന്നെ നമുക്ക് പ്ലം കേക്ക് ഇട്ടിട്ടുണ്ട്, ബീഫ് കട്ട്ലറ്റ്, പിടിയില്ലമ്മ. പിടി സാധാരണ നല്ല ടേസ്റ്റുള്ള പിടിയും കോഴിക്കറിയും കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. പക്ഷെ ഇവിടെ പിടി ഒരെണ്ണേ തന്നിട്ടുള്ളൂ. കുറച്ചുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നല്ലേ. വൈൻ, പക്ഷെ വൈൻ ഞാൻ കുടിക്കുന്നില്ല, എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ കുടിക്കുന്നില്ല. ചിക്കൻ കറി അല്ലേ? ചിക്കൻ പിടിയും കോഴിക്കറിയും, നാരങ്ങ അച്ചാർ, ഓരോന്നോരോന്നായി പതുക്കെ വരുന്നുണ്ട് കേട്ടോ. അടുത്ത് നമുക്ക് ചോറാണ്, കുത്തിരി ചോറ്.
ചിക്കൻ ഫ്രൈ, ഡക്ക് മസാല, ഇതെന്താണ് അറിയത്തില്ല, എന്തോ ഒരു കറി, എന്താന്ന് മനസ്സിലായില്ല, നോക്കാം. പിന്നെ കല്ലപ്പം, നമുക്കത് പതുക്കെ ഇപ്പുറത്തെ സൈഡിലോട്ട്. ഇപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ. ഓണിയൻ റോസ്റ്റ് ആണ് കേട്ടോ. അവിയൽ, കപ്പാട് എന്തൊരു ഗ്രേവിയാണ് കേട്ടോ. ബോയിൽഡ് എഗ് ഉണ്ട്, അതായത് എഗ് റോസ്റ്റ്, ഒരു മറ്റേ ഓനിയൻ്റെ ഒരു സാലഡ്, ഫിഷ് കറി. എനിക്കൊന്ന് ഞാൻ ഈ അറ്റത്തിരിക്കുന്നുണ്ട്, അവരെല്ലാം ഈ സൈഡിലോട്ടെ കൊണ്ട് വിളമ്പുന്നത്. അച്ചിങ്ങ പയറിന്റെ ബീഫ് ഉലർത്തിയ, ബീഫ് ഉലർത്തിയ. സോ ഞാൻ എന്തൊക്കെയുണ്ടെന്ന് ആദ്യം തൊട്ട് ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് വൈൻ, പ്ലം കേക്ക്, പിന്നെ കട്ട്ലറ്റ്, പിടി കോഴിക്കറി, പിന്നെ കല്ലപ്പം, പിന്നെ ഡക്ക് മപ്പാസ്, ചിക്കൻ പൊരിച്ചത്, ഫിഷ് കറി, ബീഫ് ഉലർത്ത്, മുട്ട റോസ്റ്റ്, പിന്നെ അച്ചാറ്, പഴം, അവിയൽ, ചോറ്, കാളൻ, അച്ചിങ്ങ പയറിൻ്റെ മെഴുക്കുവരട്ടി, പപ്പടം, പിന്നെ സല്ലാസ്. ഇത്രയാണ് നല്ല വിഭവസമൃദ്ധമായ സദ്യ, ക്രിസ്മസ് സ്പെഷ്യൽ സദ്യ. ഒഴിക്കാനായിട്ട് കാളനാണ് കേട്ടോ. ആക്ച്വലി ഇത് കപ്പക്കറിയൊന്നുമല്ല, കാളനാണ് ആക്ച്വലി. അവർ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ്. ഡെസേർട്ടിനായിട്ട് പഴം പാനി, അതിൽ പാനി, പഴം. ആദ്യം നമ്മൾ പ്ലം കേക്കിൽ തുടങ്ങാം. വൈൻ, പ്ലം കേക്ക്, വൈൻ. ഓക്കെ. നല്ല പ്ലം കേക്ക് കേട്ടോ. പിന്നെ കുറച്ച് വൈൻ. ഞാൻ അതാണ് കുടിക്കാത്തത്, വൈൻ കുടിക്കൂലേ. അടുത്തത് ബീഫ് കട്ട്ലേറ്റ്, സലാഡ്. ഓക്കെ, എനിക്ക് കഴിക്കാനായിട്ട് റെഡിയായി. സൂപ്പറായി. ബാക്കി രണ്ട് കഴിക്കട്ടെ. അപ്പൊ എൻജോയ് യുവർ മീൽ. താങ്ക് യു. സെൻഡ് യു. ഞാൻ എൻ്റെ ഫുഡ് കഴിക്കട്ടെ. നമുക്ക് കഴിച്ചു തുടങ്ങാം. ഞാൻ വൈൻ കുടിക്കുന്നില്ല, വൈൻ എനിക്ക് ഇഷ്ടമല്ലാത്തത് വൈൻ കുടിക്കുന്നില്ല. സോ ഫസ്റ്റ് തന്നെ കേക്ക് കഴിക്കും. നല്ല കഴിക്കാം. ഇത് കോഴ്സ് അനുസരിച്ചാണ് കഴിക്കേണ്ടത്. അപ്പം ആദ്യം നമ്മൾ വൈനും കേക്ക് വെച്ച് കഴിക്കാം, പിന്നെ കട്ട്ലറ്റ് കഴിക്കുക, അങ്ങനെ 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 പോകാം. അപ്പം അമ്മ പറഞ്ഞു ബീഫ് കട്ട്ലറ്റ് അടിപൊളിയാണ്. സോ ബീഫ് കട്ട്ലറ്റും പിന്നെ കുറച്ച് സലാഡും കൂടെ കൂട്ടി കഴിക്കാം. അടിപൊളി. ബീഫ് കട്ട്ലറ്റ് സൂപ്പർ. കൊള്ളാം അമ്മ, നല്ല അടിപൊളിയായിട്ടുണ്ട് ബീഫ്. പിന്നെന്താ, ഇനി അടുത്ത ഏതാ കഴിക്കണ്ടേ? പിടിക്കോഴിയല്ലേ?
പിടിയും കോഴിയും കൂടെ കഴിക്കാം. അടിപൊളി. സോ ടേസ്റ്റ്. പിടിയും കോഴിയും അടിപൊളിയായിട്ടുണ്ട്. ഏറ്റവും എനിക്ക് തോന്നുന്നു ഞാൻ പിടിയും കൂടി ആദ്യമായിട്ട് കഴിക്കുന്നത് സിലിക്കോണിൽ. അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കാണാം കേട്ടോ. അപ്പം സിലിക്കോണിൽ ചെന്നപ്പോഴാണ് ആദ്യമായിട്ട് പിടിയും കോഴിയും കഴിക്കുന്നത്. അടിപൊളിയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഞാൻ നേരത്തെ കഴിച്ചിട്ടുണ്ട്. ഇതും അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ അത് ഒരു പിടി നമുക്ക് കിട്ടത്തുള്ളൂ. എന്നാലും കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കല്ലപ്പമാണ് കേട്ടോ. കല്ലപ്പവും പിന്നെ ഡക്ക് മപ്പാസും, അതാണ് എൻ്റെ ഒരു കോമ്പിനേഷൻ. ഡക്കൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ, നല്ലതായിട്ട് കുക്കായിട്ടുണ്ട്. സാധാരണ ഡക്ക് ഇച്ചിരി ഇതായിട്ടിരിക്കണം, പക്ഷെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. നല്ല ഡക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. ഡക്കൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. സാധാരണ എനിക്ക് ഡക്ക് കഴിക്കാൻ ഇഷ്ടമല്ല, കാരണം അത്രയും കുക്കാവത്തില്ല, മീൻസ് ഇച്ചിരി പാടായിരിക്കും കഴിക്കാൻ. പക്ഷെ ഇതങ്ങനെയല്ല, നന്നായിട്ടുണ്ട്. നല്ല തേങ്ങാപ്പാലിൻ്റെ ഫ്ലേവറൊക്കെ ഉണ്ട്. ചോറും കാളനും കുറച്ച് മെഴുക്കുവരട്ടി, കുറച്ച് അവിയൽ, പിന്നെ നമ്മുടെ ബീഫൊക്കെ അത്യാവശ്യം നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. ബീഫ് ഉലർത്തിയാണ് കേട്ടോ. ബീഫ് ഉലർത്തും പിന്നെ സ്വല്പം മീൻകറി, എല്ലാം കൂടെ കൂട്ടി ഒന്ന് കഴിച്ചോളാം. ചോറ് കഴിക്കാം. നല്ല പിന്നെ എൻ്റെ മീലൊന്നും എൻജോയ് ചെയ്തേ. ഫുഡ് അടിപൊളിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ, സൂപ്പറായിട്ടുണ്ട് ഫുഡ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്ന് അറിയോ, ബീഫ് കട്ട്ലറ്റാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ബീഫ് കട്ട്ലറ്റും ചിക്കൻ ഫ്രൈ, പിടിയും കോഴി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അത് മൂന്നുമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അടിപൊളി കട്ട്ലറ്റ് കേട്ടോ, സൂപ്പറായിട്ടുണ്ട്. എന്തായാലും ഫുഡ് അടിപൊളിയാണ്. ഇത് എനിക്ക് മാത്രമുള്ള പ്രശ്നമാണോ അത് എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ്? സദ്യ കാണുമ്പോഴാണ് വയറ് പറയുന്നു. എനിക്ക് വയറ് നിറഞ്ഞു, എങ്ങനെ കഴിക്കുമെന്നോ ഇനി അറിയത്തില്ല. സദ്യ കാണുമ്പോഴുള്ള പ്രശ്നമാണോന്ന് അറിയത്തില്ല. എപ്പോഴും സദ്യ കഴിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഓരോന്നോരോന്ന് മാറ്റിക്കൊണ്ടിരിക്കും അടുത്ത കറി വരുമ്പോൾ. ഇതിനിപ്പോൾ എങ്ങനെ കഴിച്ചു തീർക്കുമെന്നോ എന്തായാലും നോക്കാം. അമ്മ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഞാനിനി ഏത് കാലത്ത് തീരുമെന്തോ. അയ്യോ വേറെ പറഞ്ഞേ, ഇനി ഇരിക്കുന്ന ഇഷ്ടം പോലെ. അമ്മേ അങ്ങനെ ക്രിസ്മസ് സ്പെഷ്യൽ ലഞ്ച് അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഫുഡെല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ എനിക്ക് ഈ ഫുഡ് സദ്യ കണ്ടു കഴിഞ്ഞാൽ വയറ് നിറയും, കണ്ടാൽ മതി വയറ് നിറയും, അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ചേ കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അപ്പം എന്തായിരുന്നു ഇത് ഞങ്ങളുടെ ഈ കുട്ടി ഒരു ചെറിയൊരു ക്രിസ്മസ് ആഘോഷം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കുറേ പേര് കാണുന്നുണ്ട് കേട്ടോ, അപ്പോൾ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പം അടുത്ത വീഡിയോ കാണാം. ബൈ, ടേക്ക് കെയർ.